സാന്ത്വനം രണ്ടാം ഭാഗത്തിലെ ഒരു പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്ര എല്ലാവരുടെയും മുന്നിൽ നിന്ന് പറയാണ്, എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണ് ആര്യൻ, എനിക്ക് ആര്യനക്കൊക്കെ വലുതായിട്ട് മറ്റൊന്നുമില്ല എന്ന് മിത്രയാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട്. അത്രയ്ക്ക് നല്ല മനുഷ്യനാണ്, ഞാൻ ആര്യനെ പോലെ ഇത്രയും നല്ലൊരു മനുഷ്യനെ വേറെ എങ്ങും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മിത്രയെടുത്ത് അങ്ങ് ചൂടായി ചെല്ലുകയാണ് അച്യുതൻ. നിനക്ക് നാണമില്ലേ ഇവനെ പോലെ ഒരുത്തനെ ന്യായീകരിച്ച് ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ എന്നൊക്കെ ചോദിച്ച് വഴക്കിടുന്നുണ്ട്. അവസാനം മിത്രയ്ക്ക് ദേഷ്യം എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കുടുംബം രക്ഷിച്ച, നമ്മുടെ കുടുംബത്തിൻ്റെ മാനം രക്ഷിച്ചവരാണ് ദേവമംഗലത്ത്, എൻ്റെ ജീവൻ രക്ഷിച്ചവരായിട്ടാണ് ദേവമംഗലത്തെ കാണുന്നത്. അപ്പം അവരോട് അത്ര കടപ്പാടുണ്ട്, ഇനിയെങ്കിലും നിങ്ങൾക്ക് ദേവമംഗലക്കാരോടുള്ള ദേഷ്യം മാറ്റി വെക്കണമെന്നൊക്കെ മിത്ര പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം അച്യുതനൊരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് മിത്രയോട് ആര്യനോട്. അങ്ങനെ എല്ലാവരും പോവുകയാണ്. അപ്പോൾ കൃഷ്ണമംഗലത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് തന്നെ അച്യുതനും അനന്തനും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അച്യുതന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പം മിത്രയുടെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും അന്ന് ആര്യൻ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ മോളുടെ അവസ്ഥ എന്തായേനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അച്യുതൻ പറയാണ്, അവളാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ മുന്നിൽ വന്ന് ജീവിക്കുന്നതിനെ ഭേദം അവളെ അന്നങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും അനന്തൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അനന്തന് ഭയങ്കര ദേഷ്യം വന്ന് അച്യുതൻ്റെ കോളറിൽ പിടിക്കുന്നുണ്ട്. എന്താടാ നീ പറഞ്ഞത്, എൻ്റെ മോളങ്ങ് ചത്താലും വേണ്ടിയില്ല, നിനക്ക് ബാലനോടുള്ള വിരോധം തീർന്നാൽ മതിയെന്നാണോ അവിടെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അച്യുതൻ്റെ കോളറിൽ പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും ഭയക്കുന്നുണ്ട്. അപ്പം അച്ഛമ്മ വന്നിട്ട് പറയുന്നുണ്ട്, കൈവിട്ടേടാ, ആവശ്യമില്ലാതെ നിങ്ങൾ തമ്മിൽ തല്ലേണ്ട ആ ഒരു കാര്യമൊന്നുമില്ല. അപ്പം അച്യുതനടുത്ത് പറയാണ്, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്, മിത്ര ഇതാ ഈ നിൽക്കുന്ന നിൻ്റെ ഏട്ടൻ്റെ മോളാണ്, അത് നീ ഒരിക്കലും മറക്കല്ലേ. പിന്നെ ബാലൻ നിൻ്റെ പെങ്ങളുടെ ഭർത്താവാണ്, അത് നിനക്ക് വിരോധം കാണും എന്നും പറഞ്ഞിട്ടുണ്ട്. മിത്ര ഇതാ ഈ നിൽക്കുന്നവൻ്റെ മകളാണ്, അതെപ്പോഴും മറന്നു പോകാതെ വേണം സംസാരിക്കാൻ എന്ന് പറയാണ്. അപ്പോൾ അച്യുതനെ ഒന്നും മിണ്ടുന്നില്ല. അച്യുതന് ഉള്ളിൽ ദേഷ്യമുണ്ട്. ഈ പറയുന്ന ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവരും മിത്രയുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നതെന്ന് അച്യുതന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് അച്യുതന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അനന്തൻ പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ മോള് തന്നെയാണ്, അവൾ ഒരിക്കലും മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം, അത് ശരിയാണ്, പക്ഷേ അവൾക്കൊരാപത്തും വരണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പം അച്യുതൻ ചോദിക്കാൻ, അപ്പം ഇതൊക്കെ കേട്ടപ്പം മിത്ര പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ദേവമംഗലത്തിനോടുള്ള ദേഷ്യമൊക്കെ മറന്ന് ഇപ്പം എല്ലാവർക്കും ഒരു സൗഹൃദം കൂടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അനന്തനൊന്നും മിണ്ടുന്നില്ല. ഏട്ടൻ അങ്ങനെ തോന്നും, കാരണം മോൾ അവിടെ ഇല്ലേ, മോളുടെ കണ്ണീരും പറച്ചിലൊക്കെ കാണുമ്പം ഏട്ടൻ അങ്ങനെ തോന്നും. പക്ഷേ എനിക്കങ്ങനെ തോന്നത്തില്ല, എനിക്ക് ഈ ജീവിതകാലം മൊത്തവും ബാലൻ എൻ്റെ ശത്രുക്കൾ തന്നെയാണ്, ഞാൻ ആ ശത്രു എങ്ങനെയൊക്കെ പകരം വിട്ടോ ആ രീതിയിലെല്ലാം പകരം വിട്ടു എന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് അച്യുതൻ അങ്ങ് പോവുകയാണ്. അപ്പം ഇവരൊക്കെ മിത്രയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് നമ്മുടെ അലോകിന് അത്ര കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അലോകും കൂടെ പോവുകയാണ്. അപ്പം നമ്മുടെ അച്ഛമ്മ പറയാണ്, നീ വിഷമിക്കേണ്ടടാ, മിത്ര ഒരിക്കലും ഒരു തെറ്റായ തീരുമാനം എടുക്കത്തില്ല, ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അപ്പം അവൾക്ക് വ്യക്തമായ കാരണം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിന് ഗോമതിയും ആര്യനും അവളെ സഹായിച്ച്, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മിത്ര നിങ്ങളെല്ലാം ചതിച്ചിട്ട് അവിടെ പോയതല്ല. അത് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ അനന്തനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം അവൾക്ക് നീ കൊടുത്ത സ്വർണം അവിടെ ഇഷ്ടം അനുസരിച്ച് അവൾ ഉപയോഗിക്കട്ടെ, അതിന് നമ്മളെന്തിനാ കണക്ക് പറയുന്നത്, നീ നിൻ്റെ മനസ്സറിഞ്ഞ് കൊടുത്തതല്ലേ, അത് അവൾ ഉപയോഗിച്ചോട്ടെ, അവളുടെ ഭർത്താവിനോ കുടുംബത്തിനോ വേണ്ടി അവൾ ഉപയോഗിക്കട്ടെ, അല്ലാതെ അവൾ മറ്റൊരു കാര്യത്തിനും വേണ്ടി, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും വേണ്ടിയല്ലല്ലോ ഉപയോഗിക്കുന്നത്. അതിനകത്തൊക്കെ നിങ്ങൾ ഇടപെട്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നതെന്നൊക്കെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. അനന്തനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അച്ഛമ്മ അങ്ങ് പോവുകയാണ്. അതിനുശേഷം അനന്തനാണെങ്കിൽ മുറിയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഭാര്യ വരുന്നുണ്ട്. അന്നേരം എന്താ അനന്തേട്ട ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, മിത്രയ്ക്കും ആരുടെയും കാര്യം ഞാനിങ്ങനെ ആലോചിച്ചതാണ്, അവർക്ക് കാശിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, ആര്യന് നല്ല എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ വേണ്ടിയാണ് അവൾ ആ സ്വർണം പണയം വെക്കാൻ കൊണ്ടുപോയത്, അതാണ് അച്യുതൻ പിടിച്ചത്. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവളെ സ്വയമേ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ, അവൾ ജീവിക്കട്ടെ, അവൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ ജീവിച്ചോളൂ എന്ന് ആനന്ദൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ അനന്തൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തന് എങ്ങനെയെങ്കിലും ഇത്രയും സഹായിക്കണം എന്നുണ്ട്. പക്ഷേ ഏത് വകയിൽ സഹായിക്കും, അനന്തനെ നേരിട്ട് ഇത് സഹായിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാവരുടെ മുന്നിലും ഇപ്പോഴും ശത്രുക്കളായിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല അച്യുതന് അതങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ലെന്നും അറിയാം. അതുകൊണ്ട് അനന്തൻ എങ്ങനെ ആയാലും സഹായിക്കണമെന്ന് ഒരു തോന്നലുണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് ദേവമംഗലത്ത് ആകെപ്പാടെ പ്രശ്നമാണ്, കാരണം മിത്ര ചെയ്തത് വലിയ തെറ്റാണ്. അപ്പം അത് എല്ലാവരുടെയും മുന്നിൽ
കൃഷ്ണമംഗലത്തുകാർ നാണം കെടുത്തിയല്ലോ ദേവമംഗലത്തെക്കാർ. അപ്പം അതിൻ്റെ ഒരു വിഷമത്തിരിക്കുകയാണ് ബാലൻ. അപ്പം മിത്ര എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനൊന്നും വിചാരിച്ചല്ല ചെയ്തത്, ആര്യനെ സഹായിക്കണം, അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളായിരുന്നു, അതാ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബാലൻ പറയുന്നുണ്ട്, ഇതിന് തക്കതായ ശിക്ഷ വേണം, ശിക്ഷ ഗോമതി തീരുമാനിക്കുമെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമം വരുന്നുണ്ട്. അപ്പം ആകാശ് പറയുന്നുണ്ട്, അച്ഛാ, മിത്ര നല്ലൊരു ഉദ്ദേശത്തോടെ ചെയ്തതല്ലേ, ആരെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലല്ലോ, അവർ നമ്മളെ മനഃപൂർവ്വം അവമാനിച്ചതല്ലേ, അപ്പം അതിന് വേണ്ടി മിത്രയെ ശിക്ഷിക്കണോ എന്ന് ചോദിക്കുകയാണ് ആകാശ്. അപ്പം ബാലൻ പറയുന്നുണ്ട്, നീ സംസാരിക്കണ്ട, ഇതിനുള്ള ശിക്ഷ ഗോമതി തീരുമാനിക്കുമെന്ന് പറയുകയാണ്. മിത്ര ഇങ്ങനെ വിഷമിച്ച് തല കുനിച്ചിരിക്കുകയാണ്. അപ്പം ഗോമതി അടുത്തേക്ക് വരികയാണ്. ഗോമതി വന്ന് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഗോമതി എന്താണോ ശിക്ഷയാതിരിക്കുന്നത് ആ ശിക്ഷ നടപ്പാക്കും ബാലൻ, അതാണ് എല്ലാവരുടെയും ഭയം. അപ്പം അടുത്ത് വന്നിട്ട് മിത്രയെ ഇങ്ങനെ പിടിച്ചിട്ട് പറയുകയാണ്, നീ എൻ്റെ മോനെ എല്ലാവരുടെയും മുന്നിൽ രക്ഷിച്ചു, അവൻ എത്ര പ്രിയപ്പെട്ടവനാണ് നിനക്കെന്ന് എല്ലാവരുടെയും മുന്നിൽ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള നിന്നെ എന്തിനാ ഞാൻ ശിക്ഷിക്കുന്നത്? മാത്രവുമല്ല, നീ ചെയ്തത് നല്ലൊരു ഉദ്ദേശത്തോടാണ്. ആ സ്വർണം കൊണ്ടുവന്ന് പണയം വെക്കാൻ കൊണ്ടുപോയെന്ന് എനിക്കറിയാം, ആര്യന് വേണ്ടി, ആര്യന് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ. ആ ഒരു ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായി. പിന്നെ അങ്ങനെയുള്ള നിന്നെ ഞാൻ എന്തിനാ ശിക്ഷിക്കുന്നതെന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് മിത്രയെ കെട്ടിപ്പിടിക്കുകയാണ്. മിത്രയ്ക്ക് ഭയങ്കര സങ്കടത്തോടെ മിത്രയും കരയുകയാണ്. മിത്രയ്ക്ക് നല്ല വിഷമവും ഉണ്ട്, അതുപോലെ ഗോമതിക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതിനുശേഷം ആര്യ മുറിയിരുന്ന് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആര്യൻ്റെ വിഷമം കാണുമ്പോൾ മിത്രയ്ക്ക് നല്ല വിഷമവും കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. നേരെ ആര്യൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ആര്യൻ എന്നോട് ക്ഷമിക്കണം, ആര്യൻ എന്നോട് പറഞ്ഞതാണ് ആ പൈസ ആര്യന് വേണ്ടാന്ന്, പക്ഷേ എനിക്ക് ആര്യനെ സഹായിക്കാതിരിക്കാൻ തോന്നിയില്ല, എങ്ങനെയെങ്കിലും ആര്യനെ സഹായിക്കണം, അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറ്റിയെന്ന് പറയാണ്. എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് കൈകൂപ്പി പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആര്യന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ആര്യനാണെങ്കിൽ മിത്രയാണെങ്കിൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്, വിഷമിക്കേണ്ട, നീ എൻ്റെ നല്ലതിന് വേണ്ടി ചെയ്തതെന്ന് എനിക്ക് ബോധ്യമായി, ഞാൻ ഒരിക്കലും നിന്നെ തെറ്റിദ്ധരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മിത്രയെ ആശ്വസിപ്പിക്കുകയാണ് ആര്യൻ.